റമദാൻ കരീം. നോമ്പായിട്ട് ഒരുപാട് ടൈപ്പ് സമൂസ ഉണ്ടാക്കുന്ന സമയമാണ്. കീമ സമൂസയാണ് ഇത്. മട്ടൻ കീമ വെച്ചിട്ടുണ്ടാക്കാം, ബീഫ് കീമ വെച്ചിട്ടുണ്ടാക്കാം. ഞാൻ ബീഫ് വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പോൾ ഇതിനു വേണ്ടി സമൂസ പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ 5 സ്റ്റീം വിസിൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് മാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കീമ സമൂസയ്ക്ക് വേണ്ടി 500 ഗ്രാം മിൻസ്ഡ് ബീഫ് അല്ലെങ്കിൽ മട്ടൻ, ഞാൻ മിൻസ്ഡ് ബീഫാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം 1/2 കപ്പ് ചുവന്നുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത്, ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതും ക്രഷ് ചെയ്യണം, പൊടിയായിരിക്കരുത്. പിന്നെ മസാല പൊടികളായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നാടൻ ഗരം മസാല, 2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മീറ്റ് മസാലപ്പൊടിയുടെ ഗരം മസാലയുടെ റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. തീരെ വെള്ളം ചേർക്കണില്ല. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവണ വരെയും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 5-10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ പ്രഷർ കുക്ക് ചെയ്യാം. പ്രഷർ കുക്കറിൽ ഒരു 8 സ്റ്റീം കഴിഞ്ഞപ്പോൾ പിന്നെ ചൂടാറാൻ വേണ്ടി വെച്ചു. എന്നിട്ട് തുറന്നു വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ ഒരു വലിയ യെല്ലോ ഓണിയനാണ് എടുത്തെടുക്കുന്നത്. ഇതില്ലെങ്കിൽ സവാള യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പാർസ്ലി ഇല ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ ഇല ചോപ്പ് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അതും ചോപ്പ് ചെയ്തത്. ഇതിൽ ഏതെങ്കിലും ഇലകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഈ ഒരു കോമ്പിനേഷൻ നല്ല ഫ്ലേവർഫുൾ ആണ്. അപ്പോൾ ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ ഓണിയനാണ് ഈ സമൂസക്ക് ഏറ്റവും ടേസ്റ്റി. ഇല്ലെങ്കിൽ നമ്മുടെ സവാള മതി. ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ നമുക്ക് ഈ കീമ ഇട്ടിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്ത കീമയിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തത്. ഈ സമയത്ത് നമുക്ക് ഒന്ന് സീസണിങ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് ഇപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഫ്രഷ് ഹെർബ്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫൈനലായിട്ട് ഒന്ന് നോക്കാം ഉപ്പ് വല്ലതും കുറവുണ്ടോ എന്ന്. ടേസ്റ്റ് നമുക്ക് പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കീമ സമൂസ ഫില്ലിങ്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം. ഇതിനൊരു 25 സമൂസ ഉണ്ടാക്കാൻ പറ്റും. സമൂസ പേസ്ട്രി ഓരോന്നോരോന്നായിട്ട് പീൽ ചെയ്യണം. സമൂസ പേസ്ട്രി യൂസ് ചെയ്യാത്തത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ഇതുപോലെ നമുക്ക് സമൂസ ഫില്ല് ചെയ്യാം. ഒരു 1-1.5 സ്പൂണ് ഫില്ലിങ് മതി ഒരു സമൂസയ്ക്ക്.